ശ്രീമദ് ഭാഗവതം ക്ലാസ് 65. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 4 അധ്യായം 3. ഇത് സതിയുടെ അഭ്യർത്ഥനയും ശിവൻ്റെ നിഷേധവുമാണ്. അതായത് അച്ഛൻ്റെ വീട്ടിൽ കോട്ടയെന്ന് ചോദിക്കുന്നു, ശിവൻ വേണ്ട പോയാൽ ഇത് തന്നെ സംഭവിക്കുന്നു എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പം നമുക്കതിലേക്ക് പോകാം. ഇപ്പോൾ ഒന്നിൽ മൈത്രേയൻ പറയുകയാണ്, ഈ വിധം ജാമാതാവായ ശ്രീരുദ്രനും ശശുരനായ ദക്ഷ പ്രജാപതിയും തമ്മിൽ വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു നീണ്ട കാലം കടന്നുപോയി. അതായത് ദക്ഷനും രുദ്രനും തമ്മിൽ വിരോധമാണ്. ആറ്റത്തിലെ ദ്വയമായിട്ട് എടുക്കുമ്പോൾ ന്യൂക്ലിയസിനെ രുദ്രനായിട്ട് എടുക്കുകയാണെങ്കിൽ ഓർബിറ്റിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അവർ തമ്മിൽ വ്യത്യസ്ത സ്വഭാവമാണ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ സ്റ്റഡിയായി നിൽക്കുന്നതാണ്. ഓർബിറ്റ് ചലനാത്മകമാണ്. അതിലാണ് ഊർജ്ജമുള്ളത്, അതിലാണ് ശക്തിയുള്ളത്, അതിലാണ് സതി എന്ന ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ അവർ വിരോധം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം നേരെ വ്യത്യസ്തമാണ്. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം കഥയിൽ വരുമ്പോൾ ഇവർ തമ്മിൽ ബദ്ധവൈരികളായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. എല്ലാ രാസപ്രവർത്തനത്തിലും പക്ഷേ പങ്കെടുക്കുന്നത് ദക്ഷനും ഓർബിറ്റും അതിലെ ഇലക്ട്രോണുകളുമാണ്. ന്യൂക്ലിയസ് ഒന്നിലും പങ്കെടുക്കില്ല. അതായത് രുദ്രൻ ഒന്നിലും പങ്കെടുക്കില്ല. പങ്കെടുക്കുന്നത് ഓർബിറ്റുകൾ കൂടി ചേർത്തിട്ടാണ്, ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് പല വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണെന്ന് പണ്ട് ജന്മം തൊട്ട് കൂട്ടലിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഇവർ ഒന്നുകൂടി പറയുകയാണ്. ആറ്റം എന്നത് ഇങ്ങനെയാണ്, ഒരു സൂര്യൻ്റെ ഭ്രമണപഥം പോലെയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റമാണിത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നടുവിൽ ഒന്നുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ഇതിനാണ് രുദ്രൻ എന്ന് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഓർബിറ്റ്, അതാണ് ദക്ഷിണ ധ്രുവം, അത് ഏറ്റവും അറ്റത്ത്, അതിനാണ് ദക്ഷിണ എന്ന് പറയുന്നത്. ഈ ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് സതിയായിട്ട് എടുക്കേണ്ടത്, ഒരു ഇലക്ട്രോൺ. ഈ ആറ്റത്തിന് ഹൈഡ്രജന് പുറത്ത് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇതിലാണെങ്കിൽ 7 എണ്ണം ഉണ്ട്. ഇത് ക്ലോറിനാണ്. ഹൈഡ്രജനും ക്ലോറിനും കൂടിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ ഇതിന് 7ആണ്. എന്തുകൊണ്ടാണ് ഇത് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമമുണ്ട്. ഒന്നിക്കൽ 2 ആക്കണം. ഏറ്റവും ചെറിയ ഓർബിറ്റ് ആണെങ്കിൽ 2 ആക്കണം, അല്ലെങ്കിൽ എപ്പോഴും 8 ആക്കണം. 8 ആക്കാതെ നിൽക്കാൻ പറ്റില്ല. അതൊരു നിയമമാണ്. ഒറ്റ റൂൾ എന്നെല്ലാം പറയും. അതായത് ഒന്നിക്ക് 8 ആക്കണം, അല്ലെങ്കിൽ 2 ആക്കണം. ഏറ്റവും ചെറുതിലിട്ട് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിന് ആകെ ചെറിയൊരു ഓർബിറ്റാണ്. അതിലിപ്പോൾ ഒന്ന് കയറി വന്നാൽ 2 നിൽക്കാൻ പറ്റും. മറ്റേത് ഇത് വലിയ, ഇതിൻ്റെ അകത്തെല്ലാം കുറേ ഓർബിറ്റുണ്ട്. ഇത് ഏറ്റവും പുറത്തുള്ളതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം വലുതാകുമ്പോൾ 8 ആക്കണം. അപ്പം ഇതിന് 7 ഉള്ളൂ, ഇതിന് 1 ഉള്ളൂ. അപ്പോൾ ആറ്റങ്ങൾക്ക് എപ്പോഴും ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ ചെറിയ ആറ്റാണെങ്കിൽ ഒരൊറ്റ ഓർബിറ്റേ കാണുള്ളൂ. അങ്ങനെ ഒറ്റ ഓർബിറ്റേ ഉള്ളെങ്കിൽ അതിൽ 2 ആയാൽ മതി. അതിൽ ബാക്കിയുള്ള എല്ലാ ആറ്റങ്ങൾക്കും ഏറ്റവും പുറത്ത് 8 എണ്ണം വേണമെന്നുള്ള നിർബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതാക്കാനാണ് അത് ശ്രദ്ധിക്കുക. അതാണ് ഒക്ടർ റൂൾ. അതിനാണ് കൂടിച്ചേരുന്നത്. കാരണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഉള്ളൂ. ഇതിനിങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒന്നിക്ക് 1 കൂടിയും കിട്ടിയിട്ട് 2 ആക്കണം. കാരണം ഇത് ചെറുതായതുകൊണ്ട് അതിന് മാത്രം 2 ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഉള്ളതിനെയും കൂടിയും കളയണം. അല്ലാതെ ഒന്നായിട്ട് നിൽക്കുന്ന പരിപാടിയില്ല. ഒന്നിക്ക് 2 ആയിട്ട്, അല്ലെങ്കിൽ 8 ആയിട്ട്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ 7 എണ്ണം ഉള്ളത് 1 കൂടിയും വേണം. അപ്പോൾ 8 ആവും. 8 ആക്കണ്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ നിന്ന് 1 എടുക്കണം, എന്നിട്ട് 8 ആക്കിയേ പറ്റൂ. അപ്പം ഏതെങ്കിലും തരത്തിൽ 8 ആയിക്കോളും. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇവ തമ്മിൽ കൂടിച്ചേരുന്നത്. അപ്പം ആറ്റങ്ങൾ അതാണ് ആദ്യം ഉണ്ടായത്. ആറ്റങ്ങൾക്ക് കൂടിച്ചേർന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിയാൽ വെള്ളം ഉണ്ടാകും.
ഹൈഡ്രജനും ഓക്സിജനും വേറൊരു റേഷ്യോ കൂടി ചേർന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകും. ഹൈഡ്രജനും ക്ലോറിനും കൂടിയ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിൽ കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ പലതരത്തിൽ കൂടി ചേർന്നിട്ട് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശേഷമുള്ള തന്മാത്രകൾ ഉണ്ടാകുന്ന ഘട്ടത്തിലേ എത്തിയിട്ടുള്ളൂ സൃഷ്ടിക്രമം. അല്ലാതെ മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കഥാപാത്രങ്ങളായിട്ട് കണ്ണും മൂക്കെല്ലാം വെച്ച് നമ്മളെപ്പോലെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അതൊന്നും മനുഷ്യരൂപമാണെന്ന് ധരിച്ചു പോകരുത്. ഈ സതിയെല്ലാം മനുഷ്യരൂപമാണ് എന്നൊന്നും ധരിച്ചു പോകരുത്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാ ഇതിനെ ഇപ്പം രണ്ടാക്കണമല്ലോ. രണ്ടാക്കണം അല്ലെങ്കിൽ കളയേ. അപ്പം രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്നിക്കലും ഇതിന് ഒരു കാര്യം ചെയ്താൽ മതി, ആർക്കും വേണ്ടിയിട്ട് അങ്ങ് കൊടുത്തേച്ചാൽ മതി. അപ്പം ഇതിൻ്റെ പ്രശ്നം തോന്നും. ഇതിനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതെ കുഴപ്പമില്ല ഓർബിറ്റിൽ. പക്ഷെ ഒന്നായിട്ട് കിട്ടാൻ പറ്റും. അപ്പം ഇതങ്ങ് ഇതിന് കൊടുത്താൽ ഇതിനും എത്ര 7 ഉള്ളത്, അപ്പോൾ 8 അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് ഉണ്ടാക്കുന്ന വസ്തുക്കൾ അയണിക് കോമ്പൗണ്ടുകൾ എന്ന് പറയും. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെയെല്ലാം പറയുന്ന ആസിഡുകൾ, ബേസുകൾ, അതൊന്നും വസ്തുക്കളല്ല. അതൊന്നും വസ്തുക്കളായിട്ട് അതിനെയൊന്നും ഒരു സ്ഥിരമായ ഐറ്റങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആസിഡുകൾ അത്തരത്തിൽ നമ്മളിപ്പോൾ കല്ല്, മണ്ണ് എന്നെല്ലാം പറയുന്ന തരത്തിലൊന്നും അതിനെ കാണാൻ പറ്റില്ല. അതെല്ലാം അയണിക് സബ്സ്റ്റൻസസ് എന്നാണ് കെമിസ്ട്രിയിൽ പഠിക്കുക. അതുകൊണ്ട് അതിനൊരു മക്കളായിട്ടൊന്നും, അതുകൊണ്ട് സതിക്ക് മക്കളില്ല എന്നെല്ലാം പിന്നീട് പറയുന്നു. ഇതിങ്ങനെ ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിച്ചേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുപോകില്ല. കാരണം കൊടുത്തിരിക്കില്ല. അപ്പം അതിൻ്റെ പിന്നാലെ രണ്ടും കൂടി ചേർന്നങ്ങ് നടക്കുക. അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നെല്ലാം പറയുന്നത്, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നല്ല. അല്ലെങ്കിൽ വേറൊരു തരത്തിലും ചെയ്യാം. ഇങ്ങനെ നിന്നാൽ മതി. ഇപ്പോൾ ഇതിന് 7 എണ്ണമല്ലേ ഉള്ളത്. 1, 2, 3, 4, 5, 6. പിന്നെ ഇതാണ് 7. ഇതിന് 7 ഉണ്ട്. 1, 2, 3, 4, 5, 6. അതിൻ്റെ 7ാമത്തതാണ് ഇത്. പക്ഷെ ഇങ്ങനെ ഓർബിറ്റുകൾ കൂടി ദക്ഷന്മാർ തമ്മിൽ ചേരുമ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഓർബിറ്റിൽ 8 എണ്ണം ഉണ്ടാകും. എണ്ണുമ്പോൾ പുറത്ത് 6ഉം ഇത് രണ്ടും കൂടിയിട്ട് 8. ഇതിനും പുറത്ത് 6ഉം ഇത് രണ്ടിനും കൂടിയിട്ട് 8. ഇങ്ങനെയാകാം. കൂടിച്ചേർന്ന് കെട്ടാക്കാം. ഇതിപ്പം വേറൊരു ആറ്റമാണ്, ഹൈഡ്രജനും ക്ലോറിനും അല്ല. ഇത് 1 കുറവുള്ള ഓക്സിജൻ ഒന്നല്ല കുറവുള്ളത്. ഈ ഓക്സിജൻ 1. അപ്പം 2 എണ്ണം ഒന്നിച്ചു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്സിജൻ ഇതാണ്. ഇതേമാതിരിയുള്ള വേറൊരു ഓക്സിജൻ 2നും 1ൻ്റെ കുറവുണ്ട്. 7ആണുള്ളത്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓർബിറ്റിൽ 8 എണ്ണം വരും, ഇതിൻ്റെ 8 എണ്ണം വരും. അതുകൊണ്ടാണ് O2 എന്ന് പറയുന്നത്. ഓക്സിജൻ 2ആയിട്ടാണ് നിൽക്കുക. O2 O ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് ഓക്സിജൻ O2 എന്ന് എഴുതുന്നത്. 2 ഓക്സിജൻ കൂടിയിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഓർബിറ്റുകൾ കൂടുമ്പോൾ എന്തായി തീർന്നു, 2നും ഓർബിറ്റിൽ 8ആയി മാറി. ഇവിടെയാണെങ്കിൽ ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊടുക്കുന്നതാണ് സതിയായിട്ട് വരുന്നത്. ഈ ഒന്നുള്ളത് കൊടുക്കുന്നത്, അവിടെയാണ് സതി എന്ന് പറയുന്നത്, അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇതിലിങ്ങനെ ചെയിന് മാതിരി യോജിപ്പിച്ച് എത്ര ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് പല വസ്തുക്കളായിട്ട്, അങ്ങനെ ആറ്റങ്ങൾ കൂടിയിട്ട് ഈ ശരീരം ചെയിന് മാതിരി കൂടി ചേർന്നിട്ടാണ് എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അപ്പം വസ്തുക്കൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് ഇതിലൂടെയാണ്, ഇത്തരം ബന്ധങ്ങളിലൂടെയാണ്. ഓർബിറ്റുകളാണല്ലോ ദക്ഷൻ. അപ്പം ദക്ഷനാണ് ആ മകളെ ഇലക്ട്രോണിനെ വെച്ചുകൊണ്ട് യോജിപ്പിച്ചിട്ട് പ്രപഞ്ചം മുഴുവനായി മാറിയത്. അതുകൊണ്ടാണ് ദക്ഷനാഹങ്കാരം
ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ന്യൂക്ലിയസിന് ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല. ന്യൂക്ലിയസ് ആണ് ശിവൻ. അതങ്ങനെ ചുമ്മാ ഇരിക്കുകയുള്ളൂ. അതാണ് കഴിഞ്ഞ കഥയിൽ ദക്ഷിണന്തലോ യാഗം നടത്തുമ്പോൾ പലതുമായിട്ട് കൂടിച്ചേരുമ്പോൾ ന്യൂക്ലിയസ് അവിടെ ചുമ്മാ ഇരുന്നേളൂ, ദക്ഷിണ ബഹുമാനിച്ചില്ല. അതുകൊണ്ടൊരു ശത്രുത എന്ന് കഥയിൽ അങ്ങനെ വെച്ച് കസറുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ന്യൂക്ലിയസ് ഇല്ലെങ്കിലോ ആറ്റവും ഇല്ല. ഈ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ പിന്നെ ആറ്റം എന്നൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടത്. ദക്ഷണവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വലുതാരാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ് തന്നെയാണെങ്കിലും പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഓർബിറ്റുകളും അതിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ മക്കൾ, ഓർബിറ്റിൻ്റെ മക്കൾ. അതാണ് സതി പാർവതി. ഇതാണ് പാർവതി. പാർവതിയിൽ നിന്നാണ് കുറേ മക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ സതിയിൽ ഇങ്ങനെ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ മക്കൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സതിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നീട്. അപ്പം ഇങ്ങനെയാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം പങ്കെടുക്കുന്ന ആരാണ്? ഓർബിറ്റാണ്. അതുകൊണ്ട് കഥയിൽ വരുമ്പം അഹങ്കാരം എന്നല്ല ഒരു വാക്കെല്ലാം ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല. ആദ്യം മുതലേ ഈ പ്രേമമെല്ലാം ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള പ്രേമമെല്ലാം ഉണ്ട്. പ്രേമം തന്നെയാണ്. അപ്പോൾ സൃഷ്ടിയുള്ള ആദ്യത്തെ ഈ ആറ്റങ്ങളിൽ നിന്ന് തന്നെ, ഇലക്ട്രോണിൽ നിന്ന് തന്നെ, ആറ്റങ്ങളിൽ നിന്ന് തന്നെ ഓർബിറ്റിന് അഹങ്കാരം ഉണ്ട് എന്നെല്ലാം പറഞ്ഞു വെക്കുകയല്ല. അപ്പം ഈ അഹങ്കാരം, ദേഷ്യം, കോപം, വികാരങ്ങളെല്ലാമാണല്ലോ ആദ്യം ഉണ്ടായത് സൃഷ്ടിയിലൂടെ. അതെല്ലാം ആറ്റങ്ങളിൽ മുതലുണ്ട്. മനുഷ്യരിൽ വന്നപ്പോൾ മനുഷ്യരിലും ആ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഈ അഹങ്കാരം, ക്രോധം എന്നെല്ലാത്തിനും ഉള്ളതിന് മനുഷ്യരൂപത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ആ സ്വഭാവങ്ങൾ മനുഷ്യനും കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ അജ്ഞത മൂലം അഹങ്കാരം, കോപം എന്നെല്ലാം പറയുമ്പോൾ അതിനെന്ത് വേണം? ഒരു രൂപം വേണം. നമ്മളെപ്പോലെ ആയിരിക്കണമെന്ന് നമ്മൾ ധരിച്ചു പോവുകയാണ്. ദൈവവും നമ്മളെപ്പോലെയാണെന്ന് ധരിച്ചു പോവുകയാണ്. അത് നമ്മളെ അജ്ഞതയാണ്. യഥാർത്ഥത്തിൽ ഈ അഹങ്കാരം, എല്ലാ വികാരങ്ങളാണ് ആദ്യം പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപിലുണ്ടായിരുന്നത്. ആ വികാരങ്ങളിലൂടെയാണ് ആറ്റങ്ങൾ കൂടിച്ചേരുകയും മറ്റുള്ളവർ കൂടിച്ചേരുന്നതും എല്ലാം ഉണ്ടാകുന്നതും ചെടികളാകുന്നതും എല്ലാകുന്നതും നമ്മളാകുന്നതും. അപ്പം നമ്മളിലും ആ സ്വഭാവം ഉണ്ട് എന്നല്ലാതെ ഈ അഹങ്കാരമുണ്ട്, ദേഷ്യമുണ്ട്, കോപമുണ്ട്, കല്യാണം കഴിക്കുന്നെല്ലാം പറയുമ്പോൾ അത് മനുഷ്യരൂപത്തിലായിരിക്കണം, എന്നാലേ കല്യാണം കഴിക്കുന്നു എന്നുള്ള നിലയൊന്നും വരരുത്. ന്യൂക്ലിയസിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്, ന്യൂക്ലിയസ് ഇലക്ട്രോണിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളെ പിന്നാലെ, അവൾ ആ ന്യൂക്ലിയസിൻ്റെ പിന്നാലെ മരഞ്ചുട്ടി പ്രേമം എന്നെല്ലാം കേട്ടിട്ടില്ലേ സിനിമയിൽ? അതുപോലെ ഇലക്ട്രോണും മരഞ്ചുറ്റി പ്രേമിക്കുകയാണ് ന്യൂക്ലിയസിൻ്റെ പിന്നിൽ. അപ്പോൾ ആ വികാരങ്ങളെല്ലാം അവിടെയേ ഉണ്ട്. എല്ലാ മനുഷ്യനും വെച്ച് ആ കഥയിൽ വരുമ്പോൾ കഥാപാത്രമായിട്ട് സതീനെ കഥാപാത്രമായിട്ടെല്ലാം അവതരിപ്പിക്കും. അപ്പോൾ ഏകദേശം ഒരു ധാരണ കെമിസ്ട്രിയെ പറ്റിയുള്ളൊരു ധാരണ എത്തി എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇന്നെല്ലാവരും കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഈ ആറ്റങ്ങളെ പറ്റിയെല്ലാം ചെറുതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഉൾക്കൊണ്ടു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിൽ എന്ത് പറഞ്ഞ ബ്രഹ്മദേവൻ ദക്ഷ പ്രജാപതിയായി എല്ലാ പ്രജാപതിമാരുടെയും നേതൃസ്ഥാനത്തിൽ അവരോധിച്ചു. ഈ ദക്ഷനെയാണ് ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അധിപനായിട്ട് ദക്ഷ പ്രജാപതിയെയാണ് തലവനായിട്ട് നിയമിച്ചത്. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ഈ ഓർബിറ്റുകളാണുള്ളത്. ഓർബിറ്റുകൾ തന്നെയാണ് ദക്ഷൻ. അതുകൊണ്ട് ദക്ഷനാണ് എല്ലാത്തിൻ്റെയും തലവനായിട്ട് നിയമിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി 3 പറയുകയാണ്, അദ്ദേഹം രുദ്രനെ തിരസ്കരിച്ച് ബൃഹസ്പതി സവം എന്ന ഒരു മഹായാഗം തുടങ്ങി. എപ്പോഴാണ് യാഗം തുടങ്ങുന്നത്? പ്രപഞ്ച സൃഷ്ടി സമയത്ത്. ആദ്യം ആറ്റങ്ങളാണ് ഉണ്ടായത്. പലതരം ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ആറ്റങ്ങളെ പലതരത്തിൽ കൂട്ടിച്ചേർത്ത് ഈ ദക്ഷനാണ്
എല്ലാത്തിനെയും ഇങ്ങനെ എട്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളതിനുമായിട്ടെല്ലാം കൂടിച്ചേർന്ന് മോളെ കല്യാണം എല്ലാം കഴിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആറ്റങ്ങൾ കൂടിച്ചു ചേർന്ന് പലതരം വസ്തുക്കൾ ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ടോ അതാണ് മഹായാഗം. ആ യാഗത്തിൽ ആരെ ശ്രമിക്കുന്നില്ല? ശിവനെ, രുദ്രനെ ക്ഷണിക്കുന്നില്ല. കാരണം രുദ്രൻ നടുവിലുള്ള ന്യൂക്ലിയസ് ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ന്യൂക്ലിയസ് ഈ രാസപ്രവർത്തനത്തിൽ ഈ ന്യൂക്ലിയസ് ഒന്നും പങ്കെടുക്കുന്നില്ല. ഈ ഓർബിറ്റേ പങ്കെടുക്കുന്നു, ഇലക്ട്രോണെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് കെമിസ്ട്രി പഠിക്കുമ്പം പറയും ന്യൂക്ലിയസ് ഒന്നിലും പങ്കെടുക്കുന്നില്ല. അത് ഇനി എവിടെയും പറയുന്നത് ദക്ഷൻ ആരെ ശ്രമിക്കുന്നില്ല? രുദ്രനെ ക്ഷണിക്കുന്നില്ല. കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അങ്ങനെ പറയുന്നതായിട്ട് കണ്ടാൽ ആ യാഗത്തിൽ 4 സമസ്ത ബ്രഹ്മർഷിമാരും ദേവർഷിമാരും പിതൃക്കളും ദേവന്മാരും എല്ലാം പത്നിമാരോടുകൂടി വന്നു ചേർന്നു. 4 പറയുകയാണ്. എല്ലാം ഭാര്യമാരോടൊത്താണ് ആ യാഗത്തിൽ വന്നിരിക്കുന്നത്. എന്താണ് ഈ യാഗം? ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് പുതിയ പുതിയ ലോകത്തിൽ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. അപ്പം എല്ലാ ആറ്റങ്ങളും വരണം. ആറ്റങ്ങൾ ദേവതകളാണ്. അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ വരണം, അതും ദേവതകളാണ്. ഋഷികൾ. അതുകൊണ്ട് കഥയിൽ വരുമ്പോൾ ഋഷിമാർ ദേവർഷിമാർ എന്നെല്ലാം അങ്ങ് തട്ടിവിട്ടതേ ഉള്ളൂ. ആറ്റങ്ങളേ ഉള്ളൂ. ആ സമയത്ത് ആറ്റങ്ങളും അവയെ ഏകോപിപ്പിക്കുന്ന പ്ലാനും ഉണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷങ്ങൾ ഉണ്ട്. അതെല്ലാം ദേവന്മാരെല്ലാം പിതൃക്കളെല്ലായിട്ട് കാണാം. ഇനി 5, 6, 7 ഭക്തിമാരോടൊപ്പം വന്നെന്ന് പറഞ്ഞാൽ ആറ്റങ്ങളിൽ തന്നെ 2 തരമുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ആറ്റത്തിന് ഇലക്ട്രോൺ ഒന്നേ ഉള്ളൂ, വിടാനാണ് താല്പര്യം. ഇതിന് എടുക്കാനാണ് താല്പര്യം. അപ്പം വിടാൻ താല്പര്യമുള്ളത് പുരുഷനായിട്ട് എടുക്കാം. ആറ്റങ്ങളിൽ എടുക്കാൻ താല്പര്യമുള്ള ആറ്റങ്ങൾക്ക് സ്ത്രീയായിട്ട് എടുക്കാം. അപ്പം ആറ്റങ്ങളും ഭാര്യമാരോടെല്ലാം കൂടി തന്നെ പലതരം ആറ്റങ്ങൾ ഭാര്യമാരോടുകൂടിയെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. പിന്നെ 5, 6, 7 ദേവന്മാർ തമ്മിൽ ആകാശത്ത് വെച്ച് വിമാനത്തിൽ അങ്ങനെ സതി താഴത്തുനിന്ന് കാണുകയാണ്. മുകളിലോട്ട് ആകാശത്തോട്ട് ഇങ്ങനെ ദേവന്മാരെല്ലാം വലിയ സന്തോഷത്തിൽ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് വിമാനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങളിലാണ് പോകുന്നത്. കാരണം അന്ന് അന്തരീക്ഷത്തിലെല്ലാം ശൂന്യമാണ്, കുറേ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ദേവന്മാരും ചില ബലങ്ങളും എല്ലാം അങ്ങനെ പോകുന്നുണ്ട്. അത് കഥയിൽ വരുമ്പോൾ ആകാശത്തോട്ട് വിമാനത്തിൽ സഞ്ചരിച്ചു എന്നെല്ലാം വെച്ച് കാക്കിയതായിട്ട് കണ്ടാൽ മതി. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സതി താഴത്തുനിന്ന് കേൾക്കുന്ന ഇവരെ വീട്ടിൻ്റെ മേലൂട്ടിയാണല്ലോ വിമാനത്തിൽ പോകുന്നത്. ശിവന്റെ ഹിമാലയത്തിൻ്റെ അതിൻ്റെ മുകളിലൂട്ടിയാണ് പോകുന്നത്. സതി കേട്ടു അവർ തമ്മിൽ സംസാരിക്കുന്നത്. വിമാനങ്ങളെ നല്ല നല്ല വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് അത് കണ്ടിട്ട് അവളെന്ത് ചെയ്തു? ശിവനോട് പറഞ്ഞു, ഭർത്താവോട് പറഞ്ഞു. വീട്ടിൽ സതി പറയുകയാണ്, അല്ലയോ അച്ഛനായ ദക്ഷ പ്രജാപതി. അവള് ഭർത്താവോട് ശിവനോട് പറയുകയാണ്, അച്ഛനായ ദക്ഷ പ്രജാപതി ഒരു മഹായാഗം നടത്തുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങ് വിമാനത്തിൽ നിന്ന് ഞാൻ പറയുന്ന കേട്ടതാണ്. അച്ഛനൊരു വലിയ യാഗം നടത്തുന്നുണ്ട്. അവിടേക്ക് നമ്മളും പോകേണ്ടതാണ്. അവരെല്ലാം പോവുകയാണ്, നമ്മളെല്ലാം പോകേണ്ടതാണ്. ദേവന്മാരെല്ലാം പോവുകയാണ്. മുകളിലോട്ട് ദേവന്മാരെല്ലാം വിമാനത്തിൽ കയറി പോവുകയാണ്. നമ്മളും ചെല്ലേണ്ടതാണ് അച്ഛൻ്റെ യാഗത്തിൽ. 9 പറയാണ്, എൻ്റെ സഹോദരിമാരെ എല്ലാം ഭർത്താക്കന്മാരോടുകൂടി കാണുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. വീട്ടിൽ പോയിട്ട് വേണം, എൻ്റെ സഹോദരിമാർ ഭർത്താക്കന്മാരെല്ലാം ആയിട്ട് അവിടെ വന്നിരിക്കും. അതുകൊണ്ട് ഞാനും പോകുമ്പോൾ എന്ത് വേണം? ഭർത്താവിൻ്റെ കൂടെ പോകണം. ശിവനെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടാണ്, ഒറ്റക്കല്ല. ഭർത്താവിൻ്റെ കൂടെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ ഭർത്താക്കന്മാരും എല്ലായിട്ട് എല്ലാവരും വന്നിരിക്കേണ്ട സഹോദരിമാർ. അതുകൊണ്ട് അവിടെ നമുക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പല സാധനങ്ങളെല്ലാം അലങ്കാരമുള്ള വസ്തുക്കളെല്ലാം തരുന്നിട്ട് നമ്മളെ സ്വീകരിക്കും. ആ സ്വീകരണമെല്ലാം അങ്ങനെ ആഘോഷിച്ചിരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ യാഗത്തിൽ പോകാനുള്ള ആഗ്രഹം. ഇനി 10 ഇത് ചിരകാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അവിടെ മകളെ ഓർത്തിട്ട് അമ്മയും ഒരു വല്ലാതെ വിഷമത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാരണം മകളെല്ലാം ഭർത്താക്കന്മാരാണല്ലോ. അപ്പം അമ്മ ഒറ്റക്കാകുമ്പോൾ മോളെ കണ്ടില്ലാലോ എന്നുള്ളൊരു വിഷമെല്ലാം കാണുമല്ലോ. ഇത് വിഷമിച്ചിരിക്കായിരിക്കും. എല്ലാവരും വന്നിട്ട് നമ്മളും കൂടി ചെന്നാൽ
അവർക്ക് വലിയ സന്തോഷമാകും. പിന്നെ ആ യജ്ഞമണ്ഡപമെല്ലാം അലങ്കരിച്ചിരിക്കുന്നതെല്ലാം കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നിട്ട് 11 പറയുകയാണ്, ആ യോഗമായയാൽ നിർമ്മിച്ച അങ്ങയുടെ പ്രപഞ്ചം ഞാൻ നിൻ തിരുവടിയിൽ കാണുന്നുണ്ട്. അങ്ങയുടെ ശരീരത്തിൽ, അതായത് ശിവന്റെ ശരീരത്തിൽ, മേനിയിൽ അങ്ങയുടെ യോഗമായയിൽ നിർമ്മിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. അതെല്ലാം കാര്യം ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സ് എൻ്റെ ജന്മദേശം കാണാൻ കൊതിക്കുന്നു. ചിലപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല സുഖത്തിൽ എണിക്കുമ്പോഴും ഭാര്യമാർ പറയും എനിക്കെൻ്റെ നാട്ടിലൊന്ന് പോകണം. ജന്മനാടിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കാണാൻ കൊതിക്കുകയാണ്. ഇനി 12 പറയുകയാണ്, അന്യ സ്ത്രീകളെല്ലാം തങ്ങളുടെ ഭർത്താക്കന്മാരോടൊത്ത് പോകുന്നത് നോക്കൂ, ഒന്ന് നോക്കിയാൽ മുകളിൽ നോക്കിയാൽ മതി. അവരെല്ലാം ഭർത്താക്കന്മാരോടൊത്ത് അന്യ സ്ത്രീകളെല്ലാം പോവുകയാണ്. അരയന്നങ്ങൾ കണക്കെ പറന്നു പോകുന്ന വിമാനങ്ങൾ അന്തരീക്ഷത്തെ അലങ്കൃതമാക്കുന്നു. ആ അന്തരീക്ഷത്തിലേക്കൊന്ന് നോക്കിയാൽ വിമാനമല്ല, അരയന്നം മാതിരിയാണ് പറക്കുന്നത്. അപ്പോൾ അരയന്നം എന്ന് പറഞ്ഞത് വിമാനത്തിൻ്റെ ആകൃതി അരയന്നത്തെ പോലെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. വിമാനം ഉണ്ടാക്കേണ്ടത് അരയന്നത്തെ പോലെയുള്ള ആകൃതിയിൽ. നമ്മൾ ഈ ചില ആൾക്കാർ വേദത്തിൽ എന്തുണ്ട്, വിമാനമുണ്ട്. ഏതോ ഒരു രാവണന്റെ വിമാനത്തെ എല്ലാം കണ്ടിട്ട് വിമാനമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഭാരതത്തിലെ വിമാനം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അട്ടിയായിട്ട് വെക്കുന്ന മാതിരി എല്ലാം പറന്നും തളികമാരിയെല്ലാം ചിത്രീകരിക്കുന്ന കാണാൻ എന്തെങ്കിലും വായിക്കുന്നതൊന്ന് അടിച്ചു പിടിക്കുകയാണ്. ഇവിടെ ഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിമാനത്തിന്റെ രൂപം ഏതാണ്, അരയന്നന്മാരിയാണ്. അതും പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ അട്ടിയായിട്ടാണ് വിമാനം എന്നെല്ലാം പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും വായിക്കുന്നതൊന്ന് അടിച്ചു വിടുക. എന്നിട്ട് അരയന്നങ്ങൾ കിഴക്കെ പറന്നു പോകുന്ന വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ അലങ്കൃതമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും അവർ പറയുമ്പോൾ, ആ വസ്തുവിനെ പറ്റി പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു അവയവത്തെയെല്ലാം ബന്ധിപ്പിച്ചാണ് പറയും. ഇപ്പം രുദ്രനെ പറ്റി പറയുമ്പോൾ കണ്ണിനെ വെച്ചുകൊണ്ട് പറഞ്ഞ ഓർമ്മയില്ലേ, രുദ്രനെ കണ്ണ് വെച്ച് പറയും. ആ കൃഷ്ണമണീനെ തുറിച്ചു നോക്കുന്നതെന്ന് അപ്പം പറഞ്ഞ ഓർമ്മയില്ല കഴിഞ്ഞ. വേറെ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് രുദ്രാക്ഷമാരിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് രുദ്രാക്ഷമാരിയാണ്. ചുടലപ്പറമ്പിലാണ് ആറ്റത്തെ കാണുക, രുദ്രനെ കാണുക. അവിടെയാണ് ആറ്റങ്ങളെ കാണുന്നത്. അപ്പം ചില ഉദാഹരണങ്ങൾ സദ്യം പറഞ്ഞു തരും, അത് വെച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലായിക്കൊള്ളണം. എന്നിട്ട് 13 അച്ഛൻ്റെ ഗൃഹത്തിൽ നടക്കുന്ന ഈ ആഘോഷം കേട്ടിട്ട് മകൾക്ക് എങ്ങനെ അടങ്ങിയിരിക്കാനാകും? അച്ഛൻ്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ആഘോഷം നോക്കുമ്പോൾ മകൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. സുഹൃത്ത്, ഭർത്താവ്, ഗുരു, പിതാവ് എന്നീ ഗ്രഹങ്ങളിൽ പോകുവാൻ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുഹൃത്തുക്കളെയും ഭർത്താവിൻ്റെയും ഗുരുവിൻ്റെയും പിതാവിൻ്റെയും ഗ്രഹങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിക്കണ്ട എന്ന് അവൾ പറയുകയാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. 14 പറയാം, ആകയാൽ മഹാദേവ പ്രസാദിച്ചാലും അങ്ങ് പ്രസാദിക്കണം. എന്തിന്? കരുണാമയനായ അങ്ങ് കരുണാമയനാണ്. എൻ്റെ ഈ അഭിലാഷത്തെ നിറവേറ്റി തന്നാൽ അങ്ങ് എൻ്റെ അഭിലാഷം നിറവേറ്റി തരണം. വിശാല വീക്ഷണനായ അങ്ങയുടെ ശരീരത്തിൻ്റെ പാതിയാണ് ഞാൻ. അങ്ങയുടെ ശരീരത്തിൻ്റെ പാതിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയാലേ ആറ്റം ആവുകയുള്ളൂ. ന്യൂക്ലിയസ് വേണം, ശിവനും വേണം, ഈ ഓർബിറ്റിലെ ഇലക്ട്രോണും വേണം. എങ്കിൽ മാത്രമേ ആറ്റം എന്ന് പറയുകയുള്ളൂ. അല്ലാതെ വെറും ന്യൂക്ലിയസ് എടുത്തിട്ട് അത് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ, ശിവനുമുണ്ട്, ഇലക്ട്രോണുകൾ, മക്കൾ, പെമ്മക്കൾ, ഇലക്ട്രോണുകളുണ്ട്. അത് കൂടുമ്പോഴേ ആറ്റം ആവുകയാണ്. അപ്പോൾ പകുതി ന്യൂക്ലിയസും പകുതി ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളുമാണ്. അതാണ് അർദ്ധനാരീശ്വരൻ എന്ന് ശിവനെ പറയാൻ കാരണം. ആറ്റം, ന്യൂക്ലിയസും ഇലക്ട്രോണും കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരൻ. ഇനി പോകാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞു, പാർവതി ആയിട്ടുള്ള ബന്ധത്തിലാണ് ഇത്തരം വസ്തുക്കൾ ഉണ്ടാവുക. അതിങ്ങനെ ഓർബിറ്റ് കൂടിച്ചേരുകയാണ്. അവിടെ ഇലക്ട്രോണൊന്നും ഇതിനെ വിട്ടു പോകുന്നില്ല. പക്ഷെ സതിയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ഇലക്ട്രോൺ ഇവിടുന്ന് കളയുകയാണ്. ഒന്നും നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് കളയുകയാണ്. അപ്പോൾ ഒന്നുമില്ലാതെയാവും.
ഇവിടെ 7 ഉണ്ട്, അങ്ങനെ നിൽക്കാൻ പറ്റില്ല, 8 കിട്ടണം. അപ്പം അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 8 അപ്പം ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുവാൻ ഈ ഓർബിറ്റുകൾ ദക്ഷൻ പ്രേരിപ്പിക്കും. ദക്ഷനാണ് പ്രേരിപ്പിച്ചിട്ട് ഇലക്ട്രോൺ അങ്ങോട്ട് വിടുകയോ കൂടിച്ചേരുകയോ എല്ലാം ഇവിടെ കൂടിച്ചേരാൻ പ്രേരിപ്പിക്കും, ഇവിടെ വിടാൻ പ്രേരിപ്പിക്കും, ഇവിടെ ഈ ദക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കും. ഓർബിറ്റുകളാണ് ഇതിനെല്ലാം പ്രേരിപ്പിച്ചിട്ട് മകളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഓർബിറ്റാണ് ഇലക്ട്രോണെ പോകാനും അല്ലെങ്കിൽ മറ്റുമായിട്ട് കൂടിച്ചേരാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ഇവിടെ സതിയുടെ കാര്യത്തിൽ സതിയെ പോകാൻ പ്രേരിപ്പിക്കുകയാണ്, യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വരാം. 15 മൈത്രേയൻ അപ്പോൾ പറയുകയാണ്, ഇപ്രകാരമുള്ള പത്നിയുടെ അഭിപ്രായം കേട്ടിട്ട്. അപ്പോൾ പത്നിക്ക് പോകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അത് കേട്ടിട്ട് അതേസമയം തന്നെ ശിവൻ എന്തും ചിന്തിച്ചു, പണ്ട് പ്രജാപതിമാരുടെ ഒരു യോഗത്തിലെല്ലാം വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. ആ ഓർമ്മയിൽ രണ്ടും ചേർത്ത് വെച്ച് ചിന്തിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു. 16 പറയുകയാണ്, അല്ലയോ ദേവി, ഭഗവതി പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്, പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഉറ്റവരുടെ അടുക്കൽ ചെല്ലാൻ ക്ഷണം ആവശ്യമില്ല. നമ്മുടെ ഉറ്റവരുടെ അടുത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചെല്ലാൻ ക്ഷണമൊന്നും വേണ്ട. എങ്ങനെയാണെങ്കിൽ അവർ അതികലശലായ ആത്മസംസ്കാര രാഹിത്യം മൂലം, അതികലശലായ ആത്മസംസ്കാര രാഹിത്യം, സംസ്കാരമില്ലാത്ത ഒരാൾക്കാരാവുകയും വിദ്വേഷത്തിലിരിക്കുന്ന ഒരവസരത്തിൽ അല്ലെങ്കിൽ പോകാം. വിദ്വേഷത്തിലാണെങ്കിൽ പോകുന്നത് ശരിയായിരിക്കില്ല. എത്ര മിത്രമായാലും, എത്ര ഉറ്റവരായാലും, ഉറ്റവരായാലും അവർ വിദ്വേഷത്തിലിരിക്കുന്ന സംസ്കാര ശൂന്യനും കൂടിയാവുകയാണെങ്കിൽ അവിടെ പോകുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോകാം, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് പോകാം. അപ്പം അവർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എല്ലാ കാര്യത്തിലും അത് ശരിയല്ല. ഇനി 17 പറയുകയാണ്, സുഹൃത്തുക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം സുഹൃത്തുക്കളുടെ അടുത്തും പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിളിക്കാതെ തന്നെ പോകാം. പക്ഷേ വിദ്യ, തപസ്, ശക്തി, ധനം, ശരീരയോഗ്യത, ഇപ്പം വലിയ ഉയർന്ന ഒരു സ്ഥാനത്തിലെല്ലാം ഇരിക്കുക, യൗവന യുവാക്കളായിരിക്കുക, കുലമഹിമ, ഭയങ്കര കുലം, ഉയർന്നാത്ത കുലത്തിലാണ് ജനിച്ചതെങ്കിൽ സുഹൃത്തുക്കളെല്ലാം തന്നെ ജനിച്ചത് അവൻ വലിയ ഉയർന്ന കുലത്തിലാണ്, താൻ നീചകുലത്തിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം വരുമ്പോൾ ഈ 8 ഇനങ്ങളാണ്. 8 വ്യത്യാസം ഉണ്ടെങ്കിൽ വിദ്യ, തപസ്, ശക്തി, ധനം, ശരിയായ യോഗ്യത, യൗവനം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കുലമഹിമ, ഇതെല്ലാം ഉള്ള ഇനങ്ങളാണെങ്കിൽ തൻ്റെ ഇടം നഷ്ടപ്പെടുമ്പോൾ, അവർക്ക് തൻ്റെ ഇടമില്ലെങ്കിൽ, ഇപ്പോഴെ നമ്മളെ കൂട്ടുകാര് ഭയങ്കര പണക്കാരനുമായിട്ടായിരിക്കും കൂട്ടുകാർ, അച്ഛൻ ഭയങ്കര വലിയ നിലയിലുള്ളവരായിരിക്കും, മകൻ കൂട്ടുകൂടുന്ന ആൾക്കാരായിരിക്കും. സദ്യയിൽ അങ്ങ് കയറി ചേർന്നിട്ട് ഇവിടെ പുറത്തുള്ള സൗഹൃദന്മാരെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഇടം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനത്താൽ, അപ്പൊ അവിടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. ദർശനദോഷം ഭവിച്ച അഹങ്കാരികൾ തങ്ങളെക്കാളും വലുപ്പമുള്ളവരുടെ മഹിമയെ കാണുകയില്ല. അപ്പോൾ ചെല്ലുന്ന വ്യക്തികൾക്ക് നല്ല മഹിമയും വിദ്യാഭ്യാസവും നല്ല ജ്ഞാനമുള്ളവരായിരിക്കും, പക്ഷെ അവൻ്റെ കുലമഹിമ ചിലപ്പം മോശമായിരിക്കാം, അല്ലെങ്കിൽ കാണാൻ ശരീരശക്തി കുറച്ച് മോശമായിരിക്കാം, എല്ലാം ഒരു പടുകളവനെ പോലെയുള്ള ഒരുത്തനായിരിക്കാം, അല്ലെങ്കിൽ യോഗ്യത, മറ്റുള്ള യോഗ്യതകളൊന്നുമില്ല, അല്ലെങ്കിൽ ധനത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, ഇങ്ങനെയെല്ലാം ചില ഘടകങ്ങൾ വരുമ്പോൾ ഇവൻ ഈ മകൻ കൂട്ടുകൂടിയിരിക്കുന്ന നല്ല വിദ്യാഭ്യാസം, എന്തോ നല്ലൊരു യോഗ്യതയുള്ള നല്ലൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ അവൻ്റെ ചില കാര്യങ്ങൾ അത്ര യോജിച്ചായിരിക്കില്ല. ഇവൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ, അല്ലെ അച്ഛൻ്റെ ഒരു വിവാഹത്തിന് കയറി ചെല്ലുമ്പോൾ അച്ഛൻ്റെ ആ ഒരവസ്ഥയിൽ
ഇവനെ നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. പക്ഷെ അവൻ്റെ ആ മഹിമ അവർക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെയും അപമതിപ്പാണ് ഉണ്ടാവുക. അപ്പം സുഹൃത്തുക്കളടുത്ത് പോകുമ്പോഴും സുഹൃത്തുക്കളെല്ലാം തന്നെ, പക്ഷേ സുഹൃത്തുക്കളിൽ അവരുടെ കുലങ്ങളിലും വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായുള്ള പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ കയറി ചെല്ലുമ്പോൾ സൂക്ഷിച്ച് ചെന്നിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് അപമാനം നേരിടും. ഇനി 18 പറയുകയാണ്, സ്വന്തം ആളുകളാണെങ്കിലും, ഇനി സ്വന്തം ആൾക്കാരുടെ വീട്ടിലാണ് കയറി ചെല്ലുന്നെങ്കിലും വരുന്നവരുടെ നേരെ തുറിച്ചു നോക്കുന്ന കുടില ബുദ്ധികളാളുടെ ഗൃഹത്തിൽ പോകരുത്. സ്വന്തം ആള് തന്നെയായിരിക്കാം, അല്ല സ്വന്തക്കാർ തന്നെ അങ്ങ് കയറിപ്പോ. പക്ഷെ ആ ഇരിക്കുന്ന കക്ഷി മുറ്റത്തിരുന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ തുറിച്ചു നോക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി 19 കുടിലമതിലകളായ സ്വജനങ്ങളുടെ ദുർഭാഷണങ്ങളാൽ മർമ്മത്തിൽ പ്രഹരമേറ്റിരിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ ഹൃദയം മുറിഞ്ഞു കിടക്കുകയാണ്. അതായത് വല്ലവരും പോയി ഏഷണി പറഞ്ഞിട്ട് ആ വീട്ടിൽ അയാളെ പറ്റി ഇവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട്, ഇത് ആ വരുന്ന കക്ഷിയുണ്ടല്ലോ നിങ്ങളെപ്പറ്റി പണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞാണെന്ന് സ്വജനങ്ങൾ പോയിട്ട് അവിടെ ഏഷണിയെല്ലാം പെടുത്തിയിട്ട് അയാളെ ഹൃദയത്തിന് വലിയ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി പണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരുടെ ഹൃദയം തപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി ചെല്ലുമ്പോൾ ആ അവസ്ഥയിൽ അവനെ കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം ബന്ധുക്കളെല്ലാം കൊണ്ടായിട്ട് ഏഷണി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ ഒരു അമ്പ് കൊണ്ടാൽ പോലും അവൻ അറിയില്ല. ശരീരത്തിൽ എന്തൊക്കെ ഒരു തേള് വന്ന് കടിച്ചാൽ അവൻ അറിയില്ല. അവൻ്റെ മനസ്സങ്ങനെ ഇവനാണോ വരാൻ പോകുന്നുണ്ട് അല്ലേ അന്ന് അവന് ഒന്ന് 2 കൊടുത്തതിൻ്റെ ശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഏഷണി കേട്ടിട്ട് വല്ലതും ഹൃദയത്തെ ആ ഏഷണി കൊണ്ട് മുറിവേൽപ്പിച്ച വ്യക്തി, അങ്ങനെ മുറിവേറ്റിരിക്കുന്ന വ്യക്തികളെ ശരീരത്തിൽ എന്തെങ്കിലും കടിച്ചാൽ പോലും അവന് ആയുധം കൊണ്ട് മുറിഞ്ഞാൽ പോലും അവൻ അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ അടുത്തേക്കും പോകരുത്. അപ്പം ഇന്നീ നാളടുത്തെല്ലാം പോകുന്നതിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊന്നും ഇവിടെ പോകരുത്. അതുകൊണ്ട് 20 പറയുന്നു, ഹേ സുന്ദരി, നീ തീർച്ചയായും ദക്ഷ പ്രജാപതിമാരുടെ മക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇളയവള് തന്നെയാണ്. നിന്നെയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം, നീയാണ് ഇളയവള്, ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയാണ്. എന്നാലും അച്ഛനിൽ നിന്നും ആ തരത്തിലുള്ള ഒരു സൽക്കാരം ലഭിക്കില്ല നിനക്ക്. നിന്റെ അച്ഛന് നിന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം, അതെല്ലാം എനിക്കറിയാം, അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിനക്ക് അച്ഛനിൽ നിന്നും ആ ഒരു തരത്തിലുള്ള ഒരു സൽക്കാരം ലഭിക്കാൻ പോകുന്നില്ല. കാരണം എന്നോടുള്ള ആ ഒരു ബന്ധം മൂലം നീ എൻ്റെ ഭാര്യയാണ്. ആ ഒരു ബന്ധം മൂലം എന്നോടുള്ള ദേഷ്യം നിന്നോട് തീർക്കും. ആ ബന്ധം മൂലം, കാരണം ഞാനും ദക്ഷനും തമ്മിൽ സുഖത്തിലല്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയാണ് എന്ന ഒരവസ്ഥയിൽ നീ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നീ അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള മോള് തന്നെയാണെങ്കിലും നിനക്ക് ആദരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി 21 പറയുകയാണ്, ജീവബുദ്ധിയായ ചിത്തത്തിൻ്റെ അഹങ്കാരത്താലും അദ്ദേഹത്തിൻ്റെ ചിത്തം ഇപ്പോൾ അഹങ്കാരം പിടിച്ച് നിൽക്കുകയാണ്. ഹൃദയമാണെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാകുലമാണ് അദ്ദേഹത്തിൻ്റെ അന്ധകരണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്നെ കാണുമ്പോഴുള്ള അവസ്ഥ, ഇപ്പോഴുള്ളതെന്ന് പറയണ്ട, എന്നെപ്പറ്റി ചിന്തിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അന്ധകരണം വ്യാകുലപരമായിരിക്കും. അസുരന്മാർ വിഷ്ണുവിനെ എന്ന പോലെ, അസുരന്മാർക്ക് എപ്പോഴും വിഷ്ണുവിനെ ഏത് സമയം ദേഷ്യം തന്നെയാണ്. ആ ഒരവസ്ഥയിലാണ് നിന്റെ അച്ഛനുള്ളത്. അച്ഛൻ എന്നെ ദ്വേഷിക്കും. അപ്പം അച്ഛൻ ഇപ്പോഴും ഏത് നിമിഷവും
അസുരന്മാർക്ക് വിഷ്ണുവിനെ കാണുന്ന പോലെ ആണ് എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ. നിന്നെ കാണുമ്പോൾ എൻ്റെ ചിന്തയാണ് വരിക, അപ്പോൾ നിന്നെ ദ്വേഷിക്കുക തന്നെ ചെയ്യും. ഇനി 22 എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറേണ്ടത് ആരോടാണ് എന്ന് പറയുകയാണ്. അന്യോന്യം ചെയ്യപ്പെടാറുള്ള വണക്കവും അഭിവാദ്യവുമെല്ലാം, നമ്മൾ ആരെങ്കിലും അഭിവാദ്യം ചെയ്യുക, വണങ്ങുന്നതല്ല ആരോടാണ്? ശ്രീ പരമപുരുഷനായ വാസുദേവന്റെ നേരെ വിവേകികൾ ചെയ്യാറുണ്ട്. വിവേകികളായവർ വാസുദേവന്റെ നേരെ വണക്കവും അഭിവാദ്യമെല്ലാം ചെയ്യും. എന്നാൽ ദേശാഭിമാനികളായ പ്രാകൃത മനുഷ്യർക്ക് ചെയ്യാറില്ല. പ്രാകൃത മനുഷ്യരെ ആരും വണങ്ങാറും നമസ്കരിക്കാറും ഒന്നും ഇല്ല. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ആചാരങ്ങളെല്ലാം ചെയ്യേണ്ടത്, ഉപചാരമെല്ലാം വേണ്ടത് ഇങ്ങനെയുള്ള വാസുദേവനെ പോലെയുള്ള നല്ല ആൾക്കാരോട് ചെയ്യുന്നത് പോലെ ഈ പ്രാകൃത മനുഷ്യരുടെ അടുത്ത് കയറിയിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് അച്ഛൻ ആ നിലയിലാണ് ഉള്ളതെന്ന് പറയുകയാണ്. 23 പറയുമാണ്, സാത്വികാന്തകരണമാണ്. അത് സത്വഗുണത്തിന് സ്ഥായിയായ ഒരു ഹൃദയമുള്ള അന്ധകരണമുള്ളവൻ എന്നതാണ് വാസുദേവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുകയാണ്. ഇവിടെ വാസുദേവനെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വാസുദേവനെയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ധകരണം ശാന്തമായിരിക്കുന്നവൻ, സാത്വിക ഗുണമുള്ളവൻ. അന്ധകരണത്തിൽ സാത്വിക ഗുണമുള്ളവൻ, അതായത് ശാന്തമായിരിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ വാസുദേവൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ പരമപുരുഷൻ പ്രകാശിക്കും. അങ്ങനെ ആരുടെ മനസ്സിൽ, വാസുദേവൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, എവിടെയാണോ ആരുടെ മനസ്സിലാണോ ആരുടെ ഹൃദയമാണോ ശാന്തമായിരിക്കുന്നത് അവിടെയാണ്, അതിനെയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. അവിടെ ആര് കുടികൊള്ളുന്നുണ്ട്? പരമേശ്വരൻ കുടികൊള്ളുന്നുണ്ട്. അപ്പം നിന്റെ അച്ഛൻ്റെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള പ്രാകൃത മനുഷ്യൻ്റെ അവസ്ഥയാണ് നിന്റെ അച്ഛന് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാസുദേവന്റെ, അതായത് സത്വഗുണമുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ ഹൃദയമുള്ളിടത്ത് വാസുദേവനും അവിടെ കുടികൊള്ളും. അവിടെ നിങ്ങൾക്ക് നമസ്കാരാദികളെല്ലാം ആചരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഇനി 24 എന്നിട്ട് പറയുകയാണ്, യാതൊരാൾ പ്രജാപതിമാരുടെ മധ്യത്തിൽ വെച്ച്, എല്ലാ പ്രജാപതിമാരും ഇരിക്കുമ്പോൾ, അതിലുള്ള പ്രജാപതിയാണല്ലോ ഈ ദക്ഷൻ, എല്ലാ പ്രജാപതിമാരും. അപ്പോൾ മറ്റുള്ള പ്രജാപതിമാരും എല്ലാം ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് എന്നെ ദുഷിച്ച വാക്കാൽ തിരസ്കരിച്ച, എന്നെ ദുഷിച്ച വാക്ക്, ആ പ്രജാപതിമാരുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ ദുഷിച്ച വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് തിരസ്കരിച്ച ആ ആള് ആ ദക്ഷൻ എൻ്റെ ശത്രുവാണ്. ആ ദക്ഷനാണ് എന്നെ പ്രജാപതിമാരുടെ ഇടക്ക് വെച്ചിട്ട് അപമാനിച്ചത്. അവൻ എൻ്റെ ശത്രുവാണ്. അപ്പം ആ നിലയിൽ നീ എന്നെ അച്ഛൻ്റെ ശത്രുവായിട്ട് കാണണം, അല്ലാതെ മകളെ ഭർത്താവ് എന്ന നിലയിലൊന്നും കണ്ടുപോകരുത്. ഇനി അവരെ ആദരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ദുഷ്ടനെ ആദരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ പറഞ്ഞാല് ദക്ഷനാകൂട്ടത്തിലാണ്. ദക്ഷനെ ആദരിക്കുന്നവരാണുള്ള അവിടെ ഇരിക്കുന്നവരെല്ലാവരായിരിക്കും. അവരും നിന്റെ കാര്യത്തിലൊന്നും ദക്ഷന്റെ പക്ഷേ പിടിക്കുള്ളൂ. നിന്റെ കാര്യത്തിൽ നിന്റെ പക്ഷം ചേരാനൊന്നും അവരും തയ്യാറായി. കാരണം അവിടെ ഇരിക്കുന്നവരും അദ്ദേഹത്തെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്, എൻ്റെ ശത്രു തന്നെ ആണ്. അതിനാൽ തനിക്ക് ശരീരം നൽകിയ പിതാവാണെങ്കിലും, തനിക്ക് ജന്മം നൽകിയ പിതാവാണെങ്കിലും ഭവതിയാൽ ദർശിക്കപ്പെടേണ്ടതല്ല. ഭവതി അവിടെ പോയി കാണേണ്ട, ഭവതി പോയിട്ട് മുഖം കാണിക്കേണ്ട വ്യക്തിയൊന്നും അല്ല. 25 പറയുകയാണ്, എൻ്റെ വാക്കിനെ ധിക്കരിച്ച് പോകുവാൻ തുനിഞ്ഞാൽ. ഇതെല്ലാം നീ മനസ്സിലാക്കിയിട്ടും ഇതൊന്നും കാര്യത്തിലെടുക്കാതെ
എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ പോകുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഭവതിക്ക് അവിടെ നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ ധിക്കരിച്ചിട്ട് നീ അവിടെ പോവുകയാണെങ്കിൽ നിനക്ക് അവിടെ നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനിയോ മാന്യനിലയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒരു കാര്യം കൂടി വേണം. മാന്യനിലയിലിരിക്കുന്ന ബഹുമാനിക്കേണ്ട നിലയിലുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം ആളുകളിൽ നിന്നും അപമാനം, മാനക്കേട് സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും മാന്യനായ വ്യക്തിയാണ്. അവർക്ക് അവരുടെ ആളുകളിൽ നിന്ന് തന്നെ അപമാനം കേൾക്കുകയാണെങ്കിൽ, മാനക്കേട് സംഭവിക്കുകയാണെങ്കിൽ അത് അയാളുടെ മൃത്യുവിന് ചിലപ്പം കാരണമായേക്കാം. ഏറ്റവും മാന്യന്മാർക്ക് മറ്റുള്ളവർ ചീത്ത പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്വന്തം ആൾക്കാർ തന്നെ കുറ്റം പറഞ്ഞാൽ അത് അയാളുടെ ജീവനെ തന്നെ, മൃത്യുവിന് തന്നെ കാരണമായി തീർന്നേക്കാം. ഇത്രയാണ് ശിവൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ശിവനും സതിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഇലക്ട്രോണിന് ഇത്തരം രാസപ്രവർത്തനമാണ്. ഇതിൽ ഈ ഇലക്ട്രോണിന് ഇതാണ് ദക്ഷനാണ് യാഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ ദക്ഷൻ്റെ ഓർബിറ്റിലേക്കാണ് ഈ ഇലക്ട്രോൺ അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഇത് ന്യൂക്ലിയസ്, ഇത് ശിവൻ, ഇത് ഭർത്താവും ഇത് ഭാര്യയുമാണ്. ഇവർ തമ്മിലൊരു പ്രേമമുണ്ട്. ഈ പ്രേമത്തെ മറികടന്നുകൊണ്ടാണ് വേറൊരുത്തിയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം ഇവർ തമ്മിലൊരു പ്രേമമുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവാദം. അതേസമയം ഇവർക്ക് എന്ത് താല്പര്യമുണ്ട്? പോകണമെന്നുള്ളൊരു താല്പര്യവും ഉണ്ട്. ഇതും വിട്ടുകെട്ടിട്ടാണ് പോകാൻ പോകുന്നത് ഇപ്പുറത്തേക്ക്. സ്വന്തം ഭർത്താവിൻ്റെ ധിക്കരിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത്. പക്ഷേ പാർവതി അങ്ങനെയല്ല, ധിക്കരിച്ചൊന്നും പോകുന്നില്ല. ഓർബിറ്റ് തമ്മിൽ കൂടിച്ചേരുകയാണ്. അതുകൊണ്ട് ഈ ഓർബിറ്റിൽ നിന്ന് ആ ഇലക്ട്രോൺ മാറിയിട്ടില്ല, ഇതിൻ്റെ ഓർബിറ്റിൽ നിന്ന് ഈ ഇലക്ട്രോണും മാറിയിട്ടില്ല. രണ്ടും അതിൻ്റെ ഓർബിറ്റിൽ തന്നെയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇതല്ല, വിട്ടുപോവുകയാണ്. ഭർത്താവിനെ വിട്ട് ധിക്കരിച്ച് പോവുകയാണ്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തതിൽ കാണാം.